ഇന്ന് നമുക്ക് നല്ല മഷ്റൂം ബട്ടർ മസാല ഉണ്ടാക്കിയാലോ. ലെറ്റ്സ് ഗോ. നമുക്ക് അത് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 പട്ട, കുറച്ച് കുരുമുളക്, 3 ഗ്രാമ്പു, 2 ഏലക്ക, 1 കറുത്ത ഏലക്ക. നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കുക. ഒരു ബേ ലീഫും കൂടെ ഒടിച്ചിട്ട് കൊടുക്കുക. ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. നമുക്കിനി ഒരു ചെറിയ സവാള നല്ല ഫൈനായിട്ട് അരിഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നല്ല ഫൈനായിട്ട് അരിയണത്. ഇനി നമുക്ക് 2 തക്കാളി നല്ല ക്യൂബായിട്ട് അരിഞ്ഞു കൊടുക്കാം. നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും തക്കാളിയും നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന്റെ പച്ചമണം മാറണ വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ആ മസാലയുടെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ബ്ലെൻഡറിലിട്ട് നല്ലോണം ഒന്ന് കറക്കി കൊടുക്കുക. നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ചെറിയ ബ്രൗൺ മഷ്റൂംസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വലിയ മഷ്റൂംസ് ആണ് കിട്ടണമെങ്കിൽ 1/4 സൈസിൽ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഇട്ടാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്കിനി ആ ബ്ലെൻഡ് ചെയ്ത മസാലയുടെ അരപ്പിട്ട് കൊടുക്കുക. അതേ ബ്ലെൻഡറിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് ലൂസ് ആക്കി എടുക്കുക. കറിയുടെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് നമുക്കിനി 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്കിനി 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ സെർവ് ചെയ്യണതിന് മുന്നേ കുറച്ച് മല്ലിയിലയും കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഒഴിച്ച് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാനും കഴിക്കാനും അടിപൊളിയായിരിക്കും. ഇതൊരു മസ്റ്റ് ട്രൈ സാധനമാണ്. നിങ്ങളൊന്ന് ട്രൈ നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി.